ജോബി വാ കേറ്. എന്തെന്റെ മോനെ വിനോയ്, വൻ സെറ്റപ്പ് ആണല്ലോടാ. വാ ഇരിക്കി. പിന്നെ എന്തൊക്കെയുണ്ട് നല്ല വിശേഷം? വിശേഷം. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു? ഓ എന്ത് പറയാൻ, സാധാരണ പോലെ തന്നെ, പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. ഏതായാലും നീടുള്ളത് നന്നായി, അല്ലെങ്കിൽ ഞാൻ വല്ല ലോഡ്ജിലും പോയി മുറിയെടുക്കേണ്ടി വന്നേനെ. വൈഫ് ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാ. നിനക്ക് ചായ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, ആദ്യം ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് മതിയെല്ലാം. എന്നാ നീ നേരെ മുകളിലേക്ക് കേട്ടോ. നിനക്ക് റൂം ഞാൻ അവിടെ സെറ്റ് ചെയ്തു. നീ വരുമ്പോൾ ഞാൻ ചായ റെഡിയാക്കാം. ഓക്കെ. ഇനി എന്നെ ഉപദ്രവിച്ച ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. നീ ആരോട് പറഞ്ഞു കൊടുക്കാൻ? അച്ഛനോടാ? അമ്മയോടാ? പറഞ്ഞു കൊടുക്കടി, പറഞ്ഞു കൊടുക്കടി, പറഞ്ഞു കൊടുക്കടി. ചായ കുടിക്ക്. ചായ ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. നീ എത്ര ആലോചിക്കുന്നേ? ചായ കുടിക്ക്. എടാ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലാരാ താമസം? ഏതപ്പുറത്തുള്ളത്? ആ ജനലിന് നേരെയുള്ള വീടില്ലേ? അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ, അവരൊക്കെ പുറത്ത് സെറ്റില്ല.
അവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടല്ലോ. ഓ അതോ, അതവരാ വീട് നോക്കാൻ ഒരു ഫാമിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാരായിരിക്കും? എന്താ കാര്യം? ആ പെൺകുട്ടിയോട് ഒരു പയ്യൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന പോലെ തോന്നി. അത് കണ്ടപ്പോ മുതല് മനസ്സിനൊരു അസ്വസ്ഥത. പയ്യനോ? എവിടെ വെച്ച്? ഞാൻ ആ ജനലിക്കൂടെ നോക്കിയപ്പോ കണ്ടതാ. നമുക്ക് അവരുടെ വീട്ടിൽ പോയി പറഞ്ഞാലോ? നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ഇനി നമ്മളിത് അവിടെ പോയി പറഞ്ഞാൽ തന്നെ അവരത് സമ്മതിച്ചില്ലെന്ന് തോന്നില്ല. വെറുതെ നമ്മൾ കുറ്റക്കാരാവും. കാലം അങ്ങനെയാണ് മോനെ. നാളെ വല്ല മോശം വാർത്തയും കേൾക്കേണ്ടി വന്നാലും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് നിന്റെ നാട്ടുമ്പുറം നല്ല. ഇവിടെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. എന്നാലും ഒരു നാലുമില്ല. നീ ആ വിഷയം വിട്ടേക്ക്. നിനക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചായിരുന്നു. എന്നാ പോയി കിടക്കാൻ നോക്ക്. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോകണ്ടല്ലേ? ശരി. എന്നാ പിന്നെ ശരി, നീ നാട്ടിലെല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കും. എന്നാ ശരി. ആരാ? ഞാൻ ഈ കുട്ടി എന്റെ അനിയത്തിയുടെ മോളാ. എന്താ കാര്യം? ഇന്നലെ ഞാനിവിടെ ഒരു പയ്യനെയും കണ്ടിരുന്നു. അത് ഞങ്ങളുടെ മോനാ. എന്താ എന്താ കാര്യം? ഇന്നലെ ഈ മോളോട് ആ പയ്യൻ അല്പം മോശമായിട്ട് പെരുമാറുന്ന പോലെ കണ്ടു. അത് ഇവിടെ വന്നൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടാ. ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കി പിള്ളേരെ ഭാവി നശിപ്പിക്കരുത്. അല്ല ചേച്ചി, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്ത് കണ്ടുന്ന്? വഴിയെ പോണവർക്ക് വഴിയെ പോയാ പോരെ. ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾക്കറിയാം. നീ വെറുതെ ഒച്ച വെച്ച് ആളെ അറിയിക്കല്ലേ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരി മനുഷ്യ. ചേച്ചിക്ക് സംശയമുണ്ടെ മോളോടൊന്ന് ചോദിക്കും. അവളോട് എന്ത് ചോദിക്കാൻ? ഡി, ഇയാള് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ തന്നെ എന്തെങ്കിലും ചെയ്തോന്ന്? മോളെ ഇന്നലെ വൈകുന്നേരം അവള് പറഞ്ഞില്ലേ അവളൊന്നും ചെയ്തില്ലാന്ന്? താൻ ഇറങ്ങിപ്പോയേ. അല്ല ചേച്ചി, ഞാൻ ഓരോരുത്തന്മാരും കയറി വന്നോളൂ. മനുഷ്യന്റെ സമയം മെനക്കെടുത്താനേ. അവൻ എത്ര നേരം ഇവിടെ കിടന്ന് സംസാരിച്ചായിട്ട് നിങ്ങൾ എന്തോന്നും പറയാണ്ടിരുന്ന മനുഷ്യ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. നാളെ തന്നെ ഇതിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി വരണം.
ഹലോ. ആ നീ എവിടെ എത്തി? നിനക്ക് വണ്ടി കിട്ടുന്ന അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ മറ്റേ കാര്യത്തെ കുറിച്ച് ടെൻഷൻ എടുക്കുന്ന വേണ്ടോ? ആ, ഞാനതൊക്കെ എപ്പോഴും വിട്ടു. നീ പറഞ്ഞ പോലെ നമ്മളെന്തിനാ വല്ലോന്റെ കാര്യം ഇടപെടുന്നത്? ഓക്കെ. കാലം പകർന്നാടുന്ന തനിയാവർത്തനങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ, ഇവിടെയല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, മുഖങ്ങൾ മാത്രം മാറുന്നു. അല്ലെങ്കിൽ തന്നെ ഇരകൾക്കെല്ലാം ഒരേ മുഖങ്ങളല്ലേ? വേട്ടക്കാരുടെ ഭാവപകർച്ചയിൽ എന്തു വ്യത്യാസം? കഥയാഴങ്ങളിൽ കടലൊളിപ്പിച്ച കാലം പിന്നെയും കടന്നുപോകും. നിസ്സഹായതയുടെ സ്വയം വരിച്ച വാത്മീകത്തിനുള്ളിൽ ഉള്ളുരഞ്ഞ മുറിവേറ്റ മിഥുനങ്ങൾ നോവാവർത്തനങ്ങളിൽ പിടഞ്ഞങ്ങനെ. അതും കാലത്തിൻ്റെ മറ്റൊരു ക്രൂരമായ തമാശ. നമ്മളിലൂടെ കടന്നുപോകുന്ന കാലം, നമ്മളെങ്ങനെയോ അങ്ങനെ തന്നെയാണ് കാലവും.